നിങ്ങളും എല്ലാവരും മനസ്സിലാക്കണം, പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ഈ രീതിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊരു ചുവടും വയ്ക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ സമരം നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മൾ സംസ്ഥാനം ഒട്ടാകെ ഈ കടകൾ അടച്ചുകൊണ്ട് തന്നെ സമരം നടത്തേണ്ടി വരും. എന്നിട്ട് നമുക്കിത് ഒരു രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ആവശ്യ സാധനങ്ങളുടെ വില പോലെ തന്നെയാണ് നമ്മളെ പീഡിപ്പിക്കുന്നത്. നമ്മളെ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം നിങ്ങൾക്കറിയാം, സാധാരണ നാട്ടുകാർക്ക് അറിയില്ലായിരിക്കും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പ്രവർത്തിക്കുന്ന തട്ടുകൾ, എത്ര തട്ടുകൾ ഓരോ ദിവസവും കൂണുപോലെ മുളച്ചു പൊങ്ങുകയാണ്. അപ്പോൾ അവിടെ യാതൊരുവിധ പ്രതിരോധ സംവിധാനങ്ങളുമില്ല. അവർക്ക് വേസ്റ്റ് എവിടെ വേണേൽ ഇടാം. അതുപോലെ തന്നെ അവർക്ക് വിലയിൽ യാതൊരു നിയന്ത്രണങ്ങളില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. യാതൊരുവിധ പരിശോധനയില്ല. നമുക്കാണെങ്കിൽ രാവിലെ 6 മണിക്ക് മറ്റേ ഹെൽത്ത് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ച് യാതൊരുവിധ പരിശോധനയോ യാതൊരു കാര്യങ്ങളോ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരോ യാതൊരു പരിശോധനയോ അവർക്കില്ല. അവരെല്ലാവരുടെയും വിചാരം അവർ വളരെ വളരെ പാവപ്പെട്ട ആൾക്കാരുടെ തട്ടുകട നടത്തുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. അവർക്ക് ഒരു 4-5 തട്ടുകടയാണ് ഒരാൾക്കുള്ളത്. ആ 4-5 തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെ വളരെ വലുതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ചിലവുകളില്ല, പണിക്കാരില്ല, അവർക്ക് യാതൊരുവിധ പരിശോധനകളില്ല. നമുക്ക് 13ഓളം സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഓരോ ഹോട്ടലുകളും നടത്തുന്നത്. ആ രീതിയിലുള്ള യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ, യാതൊരുവിധ GST അടയ്ക്കേണ്ട, ക്യാഷും അടയ്ക്കേണ്ട, കറണ്ട് ചാർജ് പോലും അവർക്കില്ല. ആ രീതിയിലുള്ള തട്ടുകട നടത്തുന്ന, ആ രീതിയിൽ ഇവിടെ നടത്തുന്ന തട്ടുകട കണ്ടില്ല, യാതൊരുവിധ പരിശോധനയും ഇല്ലാതെ പോകുന്ന ഈ അവസരത്തിൽ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കണം, തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ച് കയറിയിട്ട് ചിലപ്പോൾ നമ്മുടെ അവിടെ യാതൊരുവിധ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് അവർക്കൊന്ന് പ്രാഥമിക കാര്യം നിർവഹിക്കണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോട്ടലിലായിരിക്കും കയറുന്നത്. ഹോട്ടലിൽ കയറി ലാസ്റ്റ് ഒരു ജ്യൂസോ ഒരു ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും. അവൻ എന്തെങ്കിലും വയറിളക്കോ മറ്റോ പിടിച്ചാൽ ആരുടെ പേരിൽ നിങ്ങൾക്കറിയാം, എന്തെങ്കിലും വയറുവേദനയായിട്ട് ഹോട്ടലുകാർ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യം ഡോക്ടർ ചോദിക്കും, എന്താണ് ഫുഡ് ലാസ്റ്റ് കഴിച്ചത്? ഇത് ഡോക്ടറുടെ ഏറ്റവും വലിയ ആദ്യത്തെ ചോദ്യം. എന്താണ് ഡോക്ടർ കഴിച്ചത്? എന്താണ് അവർ ലാസ്റ്റ് കഴിച്ച ഫുഡ്? എന്താണ് അതാണ് അവരുടെ എവിടെ നിന്നാണ് കഴിച്ചത്. ഉടൻ തന്നെയായി അവിടെ മാലിന്യം ഫുഡ്